അവിടെ 2 NaOH ഉണ്ടാകുന്നു. പിന്നെ ഉള്ളത് 2 ഗ്യാസ് ആണ്, ഒന്ന് ക്ലോറിൻ ഗ്യാസും ഒന്ന് ഹൈഡ്രജൻ ഗ്യാസും ആണ്. ക്ലോറിനും ഹൈഡ്രജനും പുറത്തേക്ക് പോയാൽ പിന്നെ അവിടെ നമുക്ക് പ്രൊഡക്റ്റിൽ കിട്ടുന്നത് NaOH ആണ്. ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആസിഡ്സ്, ബേസ് ആൻഡ് സോൾട്ട്സ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ വിവരണങ്ങളൊക്കെയാണെന്ന് പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സോൾട്ട്, ആസിഡ്, ബേസ്, സോൾട്ട്. ഇനി പറയുന്നത് സോൾട്ട്സിനെ കുറിച്ചാണ്. സോൾട്ട്, ആസിഡ്സ്, ബേസ് ആൻഡ് സോൾട്ട്സ് ആണ് നമ്മുടെ ചാപ്റ്റർ. അതിൽ ആസിഡിനെ കുറിച്ചും ബേസിനെ കുറിച്ചെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സോൾട്ടിനെ കുറിച്ചാണ്. അതിൽ ടൈപ്സ് ഓഫ് സോൾട്ട്, അസിഡിക് ഉണ്ട്. അപ്പോ എന്താണ് അസിഡിക് സോൾട്ട്? ആൻ അസിഡിക് സോൾട്ട് ഈസ് ഫോംഡ് ബൈ ദ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ എ സ്ട്രോങ് ആസിഡ് ആൻഡ് എ വീക്ക് ബേസ്. The pH of the aqueous solution of an acidic salt is less than 7. അപ്പോൾ ആസിഡ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 7 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ അസിഡിക് സോൾട്ട് അതിന്റെ pH 7ൽ കുറവായിട്ടുള്ളതിനെയാണ് നമ്മൾ അസിഡിക് സോൾട്ട് എന്ന് പറയുന്നത്. ആൻ അസിഡിക് സോൾട്ട് ഈസ് ഫോംഡ് ബൈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ എ സ്ട്രോങ് ആസിഡ് ആൻഡ് എ വീക്ക് ബേസ്. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും അല്ല, സ്ട്രോങ് ആസിഡും വീക്ക് ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അവിടെ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ ആ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ pH 7ൽ കുറവായിരിക്കും. ഇനി ബേസിക്, ശരിക്കും ബേസിക് ഉണ്ട് സോൾട്ട്. അതിൽ ബേസിക് സോൾട്ട്, എ ബേസിക് സോൾട്ട് ഈസ് ഫോംഡ് ബൈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ എ വീക്ക് ആസിഡ് ആൻഡ് എ സ്ട്രോങ് ബേസ്. അപ്പോൾ ഓർക്കും, ആദ്യം നമ്മൾ പറഞ്ഞത് സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണ്. അപ്പൊ അത് അസിഡിക് ആയിരിക്കും. ഇനി വീക്ക് ആസിഡും സ്ട്രോങ് ബേസും, അപ്പൊ ബേസിനായിരിക്കും ഒരു മുൻഗണന ഉണ്ടാവുക. അപ്പൊ വീക്ക് ആസിഡും സ്ട്രോങ് ബേസുകൾ തമ്മിൽ ചേർന്നിട്ടുണ്ടാവുന്ന അവിടെ നടക്കുന്ന ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, ആ റിയാക്ഷൻ കൊണ്ടുണ്ടാവുന്ന സോൾട്ടാണ് ബേസിക് സോൾട്ട്. The pH of an aqueous solution of such a basic salt is greater than 7. അപ്പോൾ ബേസിക് ആയിരിക്കും കൂടുതൽ. അപ്പം അതിന്റെ aqueous സൊല്യൂഷന്റെ pH 7നേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ അസിഡിക് സോൾട്ട് ആണെങ്കിൽ pH 7ൽ കുറവായിരിക്കും, ബേസിക് സോൾട്ടിന്റെ pH 7ൽ കൂടുതലായിരിക്കും. ഒന്നുകൂടി ഓർക്കുക, സ്ട്രോങ് ആസിഡും വീക്ക് ബേസുമായിട്ട് ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സോൾട്ടാണ് അസിഡിക് സോൾട്ട്. അതുപോലെ വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സോൾട്ടാണ്. ഇനിയുണ്ട് ന്യൂട്രൽ സോൾട്ട്, അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ സോൾട്ട്. എ ന്യൂട്രൽ സോൾട്ട് ഈസ് ഫോംഡ് ബൈ ന്യൂട്രലൈസേഷൻ ഓഫ് എ സ്ട്രോങ് ആസിഡ് ബൈ എ സ്ട്രോങ് ബേസ്. ലൈക്ക് എ സൊല്യൂഷൻ ഓഫ് എ ന്യൂട്രൽ സോൾട്ട് ഹാസ് pH ഈക്വൽ ടു 7. അവിടെ ഈ ന്യൂട്രൽ സോൾട്ടിന്റെ pH 7 ആയിരിക്കും. അസിഡിക്കും അല്ല, ബേസിക്കും അല്ല. അപ്പോൾ അവിടുത്തെ ഓർക്കേണ്ട കാര്യം, ന്യൂട്രൽ സോൾട്ട് എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും. അസിഡിക് സാൾട്ട് എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡ്, വീക്ക് ബേസ്. ബേസിക് സാൾട്ട് എന്ന് പറയുന്നത് വീക്ക് ആസിഡ്, സ്ട്രോങ് ബേസ്. ഇനി സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കൂടെ ചേർത്താൽ അവിടെ ഉണ്ടാകുന്നത് ന്യൂട്രൽ സോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇത് റിയാക്ഷൻ മൂലം ഉണ്ടാകുന്നതല്ല. നമ്മളിപ്പോ ആദ്യം പറഞ്ഞത് ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷൻ മൂലം ഉണ്ടാകുന്ന സോൾട്ടാണ് അസിഡിക്, ബേസിക്, ന്യൂട്രൽ. റോക്ക് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റ്സ് ഓഫ് സോളിഡ് സോൾട്ട് ആർ ഓൾസോ ഫൗണ്ട് ഇൻ സെവറൽ പാർട്സ് ഓഫ് ദി വേൾഡ്. നാച്ചുറൽ ആയിട്ട് തന്നെ കാണുന്ന സോൾട്ടാണ്. ദീസ് ലാർജ് ക്രിസ്റ്റൽസ് ആർ ഓഫൺ ബ്രൗൺ ഡ്യൂ ടു ഇംപ്യൂരിറ്റീസ്. ദിസ് ഈസ് കോൾഡ് റോക്ക് സാൾട്ട്. ഉപ്പുപാറകളൊക്കെ സോൾട്ടിനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, നാച്ചുറൽ ആയിട്ട് തന്നെ കാണുന്ന, പ്രകൃതിയിൽ കാണുന്ന deposits of solid salt are also found in several parts of the world. പ്രകൃതിയിൽ തന്നെ കാണുന്ന സോൾട്ട്, അത് ദീസ് ലാർജ് ക്രിസ്റ്റൽസ് ആർ ഓപ്പൺ ബ്രൗൺ. അതിന്റെ നിറം ബ്രൗൺ നിറത്തിലായിരിക്കും. അത് ഇമ്പ്യൂരിറ്റീസ് ഉള്ളത് കൊണ്ടാണ് അവിടെ ബ്രൗൺ നിറത്തിൽ കാണപ്പെടുന്നത്. അടുത്തത് ക്ലോർ ആൽക്കലി പ്രോസസ്. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കുക. വാട്ടർ ട്രീറ്റ്മെന്റ്, സ്വിമ്മിംഗ് പൂൾസ്, PVC, ഡിസിൻഫെക്ഷൻസ്, CFC, ഇതിലൊക്കെ ഉള്ള അമോണിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ സംഭവിക്കുന്നത് 2NaCl പ്ലസ് 2H2. അപ്പൊ NaCl എന്താണെന്ന് നമുക്കറിയാം. പ്ലസ് 2H2 ആണ്. NaCl അക്വസ് ആണ് സൊല്യൂഷൻ. NaCl സൊല്യൂഷനും വെള്ളവും കൂടി റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്നത് 2NaOH പ്ലസ് Cl2 ഗ്യാസ്, H2 ഗ്യാസ്. അപ്പൊ അവിടെ നമ്മുടെ ഫിഗറിൽ തന്നിട്ടുണ്ട്. ഇവിടെ Cl2 ഗ്യാസ് പുറത്തേക്ക് പോകുന്നുണ്ട്, ഇവിടെ H2 ഗ്യാസും പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ പ്രോസസ്സിലൂടെ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ NaClഉം H2 ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, അവിടെ നമ്മൾ
കറണ്ട് കടത്തിവിടുന്നുണ്ട്. അതിനെ കറണ്ട് കൊടുത്ത് നമ്മൾ ഡീകമ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് ആ റിയാക്ഷനിൽ 2NaClഉം H2ഉം അതിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും എല്ലാം ചേർന്നിട്ട് അവിടെ 2NaH ഉണ്ടാകുന്നു. പിന്നെ ഉള്ളത് 2 ഗ്യാസ് ആണ്, ഒന്ന് ക്ലോറിൻ ഗ്യാസും ഒന്ന് ഹൈഡ്രജൻ ഗ്യാസും ആണ്. അപ്പോൾ ക്ലോറിനും ഹൈഡ്രജനും പുറത്തേക്ക് പോയാൽ പിന്നെ അവിടെ നമുക്ക് പ്രൊഡക്റ്റിൽ കിട്ടുന്നത് NaOH ആണ്. അപ്പൊ ആ NaOH ഇതിലെ കൂടെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ബ്ലീച്ചിങ് പൗഡറും അതിന്റെ യൂസ്, ബേക്കിംഗ് സോഡ അതിന്റെയൊക്കെ യൂസും അതൊക്കെ എന്താണെന്നാണ് ഈ സോൾട്ടിനകത്തുള്ളതിൽ നമുക്ക് പറയാനുള്ളത്. ബ്ലീച്ചിങ് പൗഡർ നമ്മൾ കേട്ടിട്ടുള്ള സാധനം തന്നെയാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ക്ലോറിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ്. അക്വസ് സോഡിയം ക്ലോറൈഡിനെ നമ്മൾ കഴിഞ്ഞ തൊട്ടുമുള്ള ഫിഗറിൽ കണ്ടത് സോഡിയം ക്ലോറൈഡിനെ അക്വസ് സോഡിയം ക്ലോറൈഡിനെ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ NaOHും നമുക്ക് ക്ലോറിൻ ഹൈഡ്രജനും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ക്ലോറിൻ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ്. ക്ലോറൈഡിനെ ട്രീറ്റ് ചെയ്തിട്ട് ഈ ക്ലോർ ആൽക്കലി പ്രോസസ് മുമ്പ് പറഞ്ഞ പ്രോസസ്സിൽ നമുക്ക് അവിടെ ക്ലോറിൻ ഗ്യാസ് കിട്ടിയിട്ടുണ്ട്. ദിസ് ക്ലോറിൻ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡറിൽ ക്ലോറിന്റെ അംശം ഉണ്ടാവും. കാരണം ബ്ലീച്ചിങ് പൗഡർ മണത്ത് നോക്കിയാൽ തന്നെ നോക്കാം ഒരു ഗ്യാസിന്റെ പ്രസൻസ് കാണാൻ പറ്റും. ഇത് മാത്രമല്ല, ഈ ബ്ലീച്ചിങ് പൗഡർ കിണറ്റിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇടുവാണെങ്കിൽ പോലും അത് വെള്ളത്തിൽ കലക്കിയിടണം, വെറുതെ ഒഴിക്കരുത് എന്ന് പറയും. കാരണം അതങ്ങനെ ഒഴിക്കുന്ന ആ സമയത്ത് ക്ലോറിൻ ഗ്യാസ് അവിടെ റിലീസായി പോകും, അതിന്റെ ഗുണം കിട്ടത്തില്ല. അപ്പം ക്ലോറിൻ ഗ്യാസ് ഈ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിന്റെ പ്രോസസ് നമുക്ക് നോക്കാം. ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ആക്ഷൻ ഓഫ് ക്ലോറിൻ ഓൺ ഡ്രൈ സ്ലേക്കറ്റ് ലൈം CaOH ടോയ്സ്. ഈ സ്ലേക്കറ്റ് ലൈമിൽ ക്ലോറിൻ ഗ്യാസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാകുന്നത്. CaOH twice plus Cl2 ക്ലോറിനുമായിട്ട് പ്രവർത്തിച്ചാൽ ആ റിയാക്ഷൻ നടക്കുമ്പോൾ CaCl2 plus H2O CaOCl2 plus H2O ഗ്യാസും ഉണ്ടാവും. ഇനി ബ്ലീച്ചിങ് പൗഡറിന്റെ ഉപയോഗങ്ങളും പ്രത്യേകതകളൊക്കെ. ബ്ലീച്ചിങ് പൗഡർ ഈസ് യൂസ്ഡ് ഫോർ ബ്ലീച്ചിങ് കോട്ടൺ ആൻഡ് ലിനൻ ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഫോർ ബ്ലീച്ചിങ് വുഡ് പൾപ്പ് ഇൻ പേപ്പർ ഫാക്ടറീസ് ആൻഡ് ഫോർ ബ്ലീച്ചിങ് വാഷ്ഡ് ക്ലോത്ത്സ് ഇൻ ലോണ്ടറി. ബ്ലീച്ചിങ് പൗഡർ നമുക്ക് ഫോർ ബ്ലീച്ചിങ് കോട്ടൺ ആൻഡ് ലിനൻ ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ അത് കോട്ടൺ ലിനൻ ക്ലോത്തിനെയൊക്കെ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ബ്ലീച്ചിങ് വുഡ് പൾപ്പ് ഇൻ പേപ്പർ ഫാക്ടറീസ്. വുഡ് പൾപ്പ് എന്ന് പറഞ്ഞാൽ ആ പൾപ്പ് വന്നാൽ അതിന്റെ കളറൊന്നും കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ അതിനെ ബ്ലീച്ച് ചെയ്തിട്ട് ആണ് ഈ കളറൊക്കെ ഉണ്ടാക്കി വെളുത്ത നിറത്തിലേക്കൊക്കെ മാറ്റുന്നത്. അതുപോലെ ബ്ലീച്ചിങ് വാഷ്ഡ് ക്ലോത്ത്സ് ഇൻ ലോണ്ടറി. തുണി അലക്കാനൊക്കെ ഉപയോഗിക്കുന്നു. തുണികൾക്ക് നിറം ക്ലിയർ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ വുഡ് പൾപ്പ് പേപ്പർ നിർമ്മാണത്തിലൊക്കെ ബ്ലീച്ച് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് വെളുത്ത നിറം ഒക്കെ കൃത്യമായിട്ട് കിട്ടുന്നത്. അതിനു വേണ്ടി ഇതൊക്കെയാണ് ഇതിന്റെ യൂസസ്. അപ്പോൾ എന്താണ് യൂസ് എന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ എഴുതും. ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ മെനി കെമിക്കൽ ഇൻഡസ്ട്രീസ്. ഇതിനെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ടു മേക്ക് ഡ്രിങ്കിങ് വാട്ടർ ഫ്രീ ഫ്രം ജംസ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ കിണറ്റിലല്ലെങ്കിൽ കുളത്തിൽ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ടു മേക്ക് ഡ്രിങ്കിങ് വാട്ടർ ഫ്രീ ഫ്രം ജംസ്. അപ്പോൾ ഈ ജംസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് വെള്ളം ശുദ്ധീകരിക്കുക എന്ന് പറയാം, അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കും. നമുക്ക് ഇതായിരിക്കും കൂടുതലും കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ. കിണറൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ചെറിയ അളവിൽ ഉപയോഗിക്കാറുണ്ട്.